ത്രീ സ്റ്റാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അന്നേരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലെ കുക്കിംഗ് വീഡിയോസ് ഒന്നും അല്ല കേട്ടോ. എന്നും പുറത്തുപോയി വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മളും. പക്ഷേ സാഹചര്യങ്ങൾ നമ്മൾ അനുവദിക്കുന്നില്ല, അത് മാത്രം. അല്ല, കുറേ നാളുകൾക്ക് ശേഷം നമ്മളെ മാനന്തവാടി തന്നെയുള്ള പഴശ്ശി പാർക്കാണ് കേട്ടോ ഇത്. മാനന്തവാടി ടൗണിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ മതി, ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് പോയാൽ മതി കേട്ടോ. കിലോമീറ്റർ പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല കേട്ടോ, അതുകൊണ്ടാണേ പറയാത്തത്. ഇതാണ് നമ്മളെ പഴശ്ശി പാർക്ക് കേട്ടോ. ഇടിയൊക്കെ പൊട്ടുന്നുണ്ട്, അതിൻ്റെ ശബ്ദമൊക്കെ ഇടയിൽ കൂടെ വരുന്നുണ്ട്. മഴ പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത് നന്നായിട്ട്. നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞായറാഴ്ച പോയതാണ് കേട്ടോ. ഞങ്ങൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ പോയത്. ഒരു 3-3:30 ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നമ്മൾ നേരെ അവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സ്കൂളുണ്ട് കേട്ടോ, മാനന്തവാടി സ്കൂളുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. പണ്ട് ഞങ്ങളെയൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നുമില്ല കേട്ടോ, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഞാനൊക്കെ UP സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. നമ്മളെ സ്വന്തം മാനന്തവാടിയിൽ തന്നെ ആണെങ്കിലും നമ്മളെപ്പോഴും ഇങ്ങോട്ട് വരാറില്ല കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് 20 രൂപയും മുതിർന്നവർക്ക് 40 രൂപയാണ് കേട്ടോ അവിടെ എഴുതി വെച്ചേക്കുന്നത്. ശ്യാമേട്ടൻ എത്രയാണ് കൊടുത്തതെന്നുള്ള കറക്റ്റ് എത്ര തന്നെയാണ് തോന്നുന്നില്ലേ, എത്ര തന്നെയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞങ്ങളിത് അവിടെ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. കുട്ടികളെയും കൊണ്ട് വെക്കേഷനൊക്കെ പോകാൻ പറ്റിയ നല്ല സ്ഥലമാണ്. പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഒക്കെ പോകാൻ നല്ലതാണ് കേട്ടോ. പക്ഷെ നമ്മളങ്ങനെ മെനക്കെടാറില്ല, പോവാറില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ഒരു ബട്ടർഫ്ലൈൻ്റെ ചിത്രമൊക്കെ ഉണ്ട്, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മൾ കുഞ്ഞാപ്പൂൻ്റെ ഫോട്ടോസും നമ്മളൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോസ് ഞാൻ ഈ ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ ഇടാം, ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടില്ല കേട്ടോ. ഫോട്ടോസായിട്ട് ഞാൻ ഇതിൻ്റെ അകത്തൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല, വീഡിയോസ് ആയിട്ടുള്ളത് മാത്രമേ ഇട്ടുള്ളൂ. എന്നിട്ട് ഇങ്ങനെ നടന്നു പോകാനൊക്കെയുള്ള നല്ല അടിപൊളി സ്പേസ് ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. താഴെ നമ്മളെ വലിയ കബനി പുഴയാണ് കേട്ടോ ഒഴുകുന്നത്. നല്ല വലിയ പുഴയാണ് കേട്ടോ. കബനി പുഴ എന്ന് പറഞ്ഞാൽ നല്ല വലിയ പുഴയാണ്, നല്ല ഒഴുക്കുള്ള നല്ല വലിയ പുഴയാണ് കേട്ടോ. ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ട് കേട്ടോ, നല്ല വലിയൊരു കിണറൊക്കെ ഉണ്ട്. നല്ല മുളേനെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എന്താ പറയുക, കോളേജ് കുട്ടികളൊക്കെ ഇതിലേ വന്നിട്ടില്ലേ, ഇങ്ങനെ കയ്യും പിടിച്ച് നടന്നു പോകുന്ന കാണാം കേട്ടോ. വഴിക്കുക ഇതിൽ കൂടെ ഇങ്ങനെ നടന്നു പോയി അവിടേക്ക് ഇരുന്ന് കുറേ നേരം വർത്താനം പറയാനൊക്കെ ഉള്ളതുണ്ടാവും, അത് അവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഈ പാർക്കിന് വേറൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. പാർക്കിൻ്റെ പേര് എന്ന് വെച്ചാൽ മുകളിൽ കിടക്കുന്ന സാധനം എന്താണെന്ന് മനസ്സിലായെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഇതാണ് വവ്വാൽ പാർക്ക് എന്നും കൂടി ഇതിനൊരു പേരുണ്ട് കേട്ടോ. കാരണം ഇവിടെ നിറച്ച് വവ്വാലാണ് കേട്ടോ, നിറച്ച് വവ്വാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മരം ഇല്ലാണ്ട് ഫുൾ വവ്വാലാണ് കേട്ടോ. പണ്ട് ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഒരു സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അതിന് വന്ന സമയത്ത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടിയുടെ പാത്രത്തിൽ വവ്വാൽ അപ്പിയിട്ട കഥയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഓർമ്മ വന്നത് അതൊക്കെയാണ് കേട്ടോ. കാരണം എത്രയോ വർഷങ്ങളായാലും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് മറന്നു പോകില്ലല്ലോ, നമ്മൾ മനസ്സിൽ അങ്ങനെ ഉണ്ടാവും കേട്ടോ. എനിക്ക് ഫസ്റ്റ് ഇവിടെ വന്നപ്പോഴേ ഞാൻ ഇവരോട് പറഞ്ഞ കഥ അതാണ്, വവ്വാൽ പാർക്ക് എന്നാണ്. പിന്നെ കുറേ ചേച്ചിമാരുണ്ട് കേട്ടോ ഇവിടെ, ക്ലീനിങ്ങിനും കാര്യമായിട്ട് കുറേ ചേച്ചിമാരുണ്ട്. കുഞ്ഞാപ്പുക്കുട്ടി അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ എന്താ ഏതൊന്നും മനസ്സിലായിട്ടില്ല. ഇങ്ങോട്ട് കുറച്ചും കൂടി ഉള്ളിലേക്ക് കയറി കഴിയുമ്പോഴാണ് കേട്ടോ പാർക്കിൻ്റെ കൃത്യത കാണുള്ളൂ നമുക്കായിട്ട്. പിന്നെ ഇതിവിടെ പാറയും കൊണ്ട് ഉണ്ടാക്കിയ നല്ലൊരു അടിപൊളി ഗുഹ പോലത്തെ ഒരു സംഭവമാണ്. അവിടെ ഫോട്ടോസൊന്നും എടുക്കാൻ കയറാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഗുഹയല്ല, എന്തോ ഒരു ഡിസൈൻ ചെയ്ത് വെച്ചൊരു സംഭവമാണ് കേട്ടോ. അവിടെ പണ്ട് തൊട്ടേ ഉള്ളൊരു ഇതാണത്, പാറയാണ്, അതിനൊരു ഡിസൈൻ ചെയ്തു എന്ന് മാത്രം. ഇതാണ് നമ്മുടെ കബനി പുഴ എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ആദ്യം ഇവിടെ ബോട്ടിംഗ് സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ബോട്ടിങ്ങിൻ്റെ സംവിധാനങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഈ പുഴ കാണാൻ തന്നെ ഒരു പ്രത്യേക ലുക്കാണേ. പിന്നെ കുഞ്ഞാപ്പുക്കുട്ടിയും ചക്കരയും കൂടെ അവിടെ അത് കണ്ട് കുറച്ച് നടന്ന് വന്ന് കഴിയുമ്പോഴാണ് നമുക്ക് ഈ പാർക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് പേരുണ്ടായിരുന്നു, വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം ആളുണ്ട്. പിന്നെ നോമ്പ് സമയമല്ല, അതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവുണ്ട്. എല്ലാച്ചും ഇവിടെ നല്ല ആളിപ്പോൾ വരാറുണ്ട് കേട്ടോ. നമുക്ക് പേരൻസിന് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞാപ്പുക്കുട്ടിക്ക് ഒരെണ്ണത്തിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നിരിക്കുമ്പോഴത്തേക്കും അടുത്തേൽ പോകണം, കാരണം ആളിതുവരെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പൊന്നൂസിനെയും കൊണ്ട് ഒരു പരീക്ഷയ്ക്ക് സ്കൂളിൽ പോയപ്പോൾ അവിടെ ചെറിയ തോതിലൊരു പാർക്ക് ഉണ്ട് കേട്ടോ, നഴ്സറി പിള്ളേരുടെ. അവിടെ ആൾ ചെറുതിലൊന്ന് കുറച്ച് നേരം ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഞങ്ങൾ പിടിച്ചു വലിച്ചാണ് കേട്ടോ കൊണ്ടുവന്നത്. നല്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. ഇത്രയും നല്ല സെറ്റപ്പ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ ചേച്ചി പോയപ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കുട്ടിയൊക്കെ കുഞ്ഞാപ്പൂനെ കൊണ്ടുപോകാൻ നല്ല അടിപൊളി സ്ഥലമാണ് വീണേ, നീ ഒന്ന് കൊണ്ടുപോയി നോക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം പിന്നെ ചേച്ചീൻ്റെ ഫോട്ടോസൊക്കെ നമുക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതും കൂടെ കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ എന്തായാലും ഒരു ദിവസം പോകണം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ ഒത്തു വന്നിട്ടില്ല. കുഞ്ഞാപ്പുക്കുട്ടിക്ക് ആദ്യം ഈ കുഴൽ പോലത്തെ സംഭവത്തിൽ വരാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പിന്നെ അവൾക്ക് അവിടുന്ന് വരണ്ട, ആ സാധനത്തിൽ തന്നെ വന്നാൽ മതിയെന്നായി. ആൾക്ക് അവിടുന്ന് വരണമേ ഉണ്ടായിരുന്നില്ല, കാരണം ആൾ ഫുൾ ഹാപ്പി ആയിരുന്നു. എതിലേ പോകണം, എതിൽ കയറണം, എന്ത് ചെയ്യണം, ഒന്നും തിരിയുണ്ടായിരുന്നിട്ടില്ല ആൾക്ക്. ആള് ഫുൾ എൻജോയ് ചെയ്തിരുന്നാൽ മതി. അവിടെ പൊന്നൂസിനാണ് അവിടെ പ്രശ്നം പറ്റിയത്. പൊന്നൂസിന് പറ്റിയ റൈഡ് അത്ര കുറവാണ് കേട്ടോ, കാരണം പൊന്നൂസിൻ്റെ ചമ്മലാണ്. കുറേ കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്. നമ്മൾ കഴിവതും വീഡിയോസിൽ മറ്റുള്ള കുട്ടികളെ ഉൾപ്പെടുത്താതെയാണ് നമ്മൾ വീഡിയോസ് എടുത്തത്. അവരെ പേരൻസിന് എങ്ങനെ ചിന്തിക്കും നമുക്ക് അറിയത്തില്ലല്ലോ. ഒഴിഞ്ഞൊഴിഞ്ഞ സമയങ്ങൾ നോക്കിയാണ് നമ്മൾ വീഡിയോസ് എടുത്തത്. ചിലപ്പോൾ അവിടെ ഇരിക്കുന്ന പേരൻസിന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ലല്ലോ, അവരെ മക്കളെ വീഡിയോസ് എടുക്കുമ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, അതുകൊണ്ട് നമുക്കറിയില്ല. അതുകൊണ്ട് ഞാൻ എന്നെ വിട്ടാണ് വീഡിയോസ് എടുത്തത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആളും ബഹളം ഇല്ല എന്ന് തോന്നുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു.
പിന്നെ ഇതിൽ കൂടെ കയറി മുകളിലേക്കൊക്കെ പോകാം. അതിൽ കൂടെ ഒന്നും പൊന്നൂസ് പോയിട്ടില്ല കേട്ടോ. ചക്കര ഇതിലേക്ക് ഒന്ന് കയറി. ചക്കര ഇനി കയറാനൊന്നും ബാക്കിയില്ല, എല്ലാത്തിലും അവൾ കയറി നോക്കിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാപ്പുക്കുട്ടിക്ക് ചക്കര ഇങ്ങനെ പോകുന്നതാണുമ്പോൾ എല്ലാത്തിലും അവൾക്കും പോകണം എന്നുള്ള ആഗ്രഹമായിട്ടോ. നമുക്ക് കുട്ടികളെയും കൊണ്ട് ഈ വെക്കേഷൻ ടൈമിന് എല്ലാവരും കഴിവതും വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ, കുട്ടികളെയും കൊണ്ടൊക്കെ വരാനൊക്കെ. പിന്നെ നഴ്സറി കുട്ടികളൊക്കെ ഇവിടെ ടൂറൊക്കെ കൊണ്ടുവരലുണ്ട്. LKG UKG അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഇവിടെ ടൂർ വെക്കേഷന് മുന്നേക്ക് സ്കൂളിൽ നിന്നൊക്കെ ടൂർ കൊണ്ടുവരലൊക്കെ ഉണ്ട് കേട്ടോ. പേരൻസിന് വന്നിട്ട് സുഖമായിട്ട് അവിടെ ഇരിക്കാം, കുട്ടികളെ അവിടെ കളിപ്പിക്കാം. കാരണം നമുക്ക് കാണാം അവരെ. ഇതിലെ കുഞ്ഞാപ്പുക്കുട്ടിക്ക് ഈ സ്ഥാനത്ത് കൂടെ കയറാനുള്ള ബുദ്ധിമുട്ട് കാരണം ശ്യാമാട്ടം താഴെ നിന്ന് എടുത്ത് പൊന്തിച്ച് മേലൊക്കെ വെച്ചു കൊടുക്കുകയാണ് ചെയ്തത്. കാരണം ഈ സംഭവത്തിൽ കൂടെ കുറച്ച് വലിയ കുട്ടിയൊക്കെ കയറാൻ പറ്റുള്ളൂ. അപ്പുറത്തൂടെ സ്റ്റെപ്പ് വഴി വന്നാൽ ഇതിലേക്ക് കയറാൻ പറ്റില്ല. അതങ്ങനെ ഒരു ടെക്നിക്കൽ പരമായിട്ടാണ് ഉള്ളത് കേട്ടോ. ഉണ്ടോ കുഞ്ഞാപ്പുക്കുട്ടി ഉണ്ടോ, അതുകൊണ്ട് ഊർന്ന് വരുന്നുണ്ട് കേട്ടോ. ആൾക്ക് നല്ല സൂപ്പറാണ്, നല്ല രസമുണ്ട് കളിക്കാൻ. ഇതിൽ ആൾക്ക് വേഗം എത്താൻ വേണ്ടിയിട്ട് ഈ ഊരുന്ന സ്ഥാനത്ത് കൂടെ ഒക്കെ റിട്ടേൺ കയറി പോകുകയൊക്കെയാണ് ആൾ ചെയ്യണത്. സ്റ്റെപ്പ് വഴി കയറാനുള്ള ക്ഷമയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ കണ്ടോ ഇഷ്ടംപോലെ ഇരിക്കാനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല, ഇത് സ്റ്റേജ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇങ്ങനെ ഇരിക്കാം കേട്ടോ, തണലത്തൊക്കെ നല്ല സുഖമായിട്ട് ഇരിക്കാം. നമ്മൾ വലിയ ആൾക്കാർ പോയാലും കുട്ടികൾ കളിക്കുമ്പോൾ നമുക്ക് ബോറടിക്കൊന്നുമില്ല, നമുക്ക് സുഖമായിട്ട് അങ്ങനെ ഇരിക്കട്ടെ, കാറ്റും കൊണ്ടിട്ട് അങ്ങനെ സുഖമായിട്ടിരിക്കാം. ഇത്രയും സെറ്റപ്പ് ഒന്നും ഉള്ളത് നമ്മളെ വയനാട്ടിൽ എല്ലാവർക്കും തന്നെ അറിയുമെന്ന് അറിയില്ല, പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. അറിയുന്നവരുണ്ടാവുമായിരിക്കും, പക്ഷെ ഇത്രയും സെറ്റപ്പ് ഉള്ളത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കേട്ടോ. പണ്ട് ഈ കുളമില്ലേ, ഈ കുളത്തിൽ ഒരു ആമ്പലും ഒരു ആമയും ഒരു മുതലയും ഇങ്ങനെ ഇരിക്കുന്ന ഒരു സെറ്റപ്പ് മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. ഇന്നും ആ തവള അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ആ തവളയ്ക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ UP സ്കൂളിൽ പഠിക്കുമ്പോൾ ആണും കൂടി ആലോചിക്കണം കേട്ടോ, ഈ വെള്ളത്തിനും ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു മഴവില്ല് കാണാം കേട്ടോ. ഈ വെള്ളം പോയിട്ട് അവിടെ തട്ടുമ്പോൾ ഒരു മഴവില്ല് കാണാം, അത് മുകളിൽ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. കറക്റ്റായിട്ട് അവിടെ ഒരു മഴവില്ല് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു സംഭവം കൂടി ഉണ്ട്. കുഞ്ഞാപ്പൂ ഇതിലും കയറി നോക്കിയിട്ട് ഇതിൽ പിന്നെ ഇത് കുറേ നാളായതുകൊണ്ടൊന്നും പ്രത്യേകിച്ചൊരു മിനുസല്ല, അതിനോട് ഊർന്ന് വരാൻ കുറച്ച് പ്രശ്നമുണ്ട്. കുഞ്ഞാപ്പൂ കുട്ടി അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ മൊത്തം പിരീഡ് കുഞ്ഞാപ്പൂ അതിൻ്റെ ഉള്ളിൽ കൂക്കി വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആൾക്ക് പേടിയല്ല, ഒരു എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വരുമ്പോൾ ഒരു രസം കൊണ്ടാന്ന് തോന്നുന്നു അല്ലേ, കൂക്കി വിളിക്കുന്നുണ്ടായിരുന്നു അല്ലേ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുഞ്ഞാപ്പൂ. ഞാൻ ഈ വോയിസ് ഇടുമ്പോൾ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് ആള്. ഇതിനെ പാർക്ക്, ഇതെന്താ കുഞ്ഞാപ്പൂ ഇത്? പാക്ക്. ഇതാണ് പാക്ക് കേട്ടാ, കുഞ്ഞാപ്പൂന്റെ പാക്കാണിത്. ആദ്യം പറഞ്ഞത് ഇത് കാവാണ് എന്നാണ് പറഞ്ഞത്, കാരണം ഇപ്പൊ ഉത്സവമാണല്ലോ. അന്നേരം ആള് പറഞ്ഞത് ഇത് കാവാണ് എന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെയാണ് ആൾക്ക് ഞങ്ങൾ കുറേ പ്രാവശ്യം പറഞ്ഞു കൊടുത്ത പണ്ട് പാർക്ക് എന്നുള്ള മെമ്മറിയിൽ കയറിയത് കേട്ടോ. ഇത് ചക്കര കയറിയതാണ് ഈ സംഭവത്തിൽ. പിന്നെ ഇതെന്താ സംഭവം, ഇതെങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് കയറേണ്ടതെന്നുള്ളത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞങ്ങളിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവർ സാധു പാർക്കിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ അവിടെ ഇങ്ങനത്തെ ഒരു സംഭവം ഇവർ കണ്ടില്ല. ഇവർ അത്യാവശ്യം എല്ലാ റൈഡിലും കയറിയ ആൾക്കാരാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടാകാൻ പറ്റുന്നില്ലെങ്കിലും ഇവർ സ്കൂളിൽ നിന്ന് അത്യാവശ്യം ഇവർ ടൂറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ദൂരത്തേക്കൊന്നും ഇനിയിപ്പോൾ വിടലുണ്ടാവില്ല. അല്ലാണ്ട് ഇവർ അത്യാവശ്യം കറങ്ങി വന്നിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. നമ്മളാണ് പിന്നെ എവിടെയും പോകാത്തതുള്ളൂ. കുട്ടികളെ നമ്മൾ പൈസ ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞു വിടാറുണ്ട്. എപ്പോഴും നമുക്ക് സാമ്പത്തികമായിട്ട് പറഞ്ഞു വിടാൻ പറ്റിയില്ലെങ്കിൽ ഉള്ളൊരു പ്രശ്നങ്ങളേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കുളം ഉണ്ട് കേട്ടോ. കുളം എന്ന് പറഞ്ഞാൽ മീനൊന്നും അതിൽ അങ്ങനെ കാണുന്നില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നമുക്ക് ക്യാമറയും കൊണ്ടൊക്കെ വരികയാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി സ്ഥലമുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് എന്താ പറയുക, കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് പോയിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യാം, കല്യാണ ചെക്കനും പെണ്ണിനൊക്കെ പോയിട്ട്. പിന്നെ ഈ ഊഞ്ഞാലിട്ടത് അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. ഈ ഊഞ്ഞാൽ കുഞ്ഞാപ്പുക്കുട്ടി ഞങ്ങൾ ഈ ഊഞ്ഞാലിലൊന്നും ആടാൻ വേണ്ടി ഇവിടെ വന്നിട്ട് ആൾക്ക് നിൽക്കാൻ പൊറുതിയില്ല. ഞങ്ങൾ അവിടെ നിർത്തില്ല, അവിടെ നിന്ന് കരയാൻ ആൾ. എനിക്ക് അങ്ങോട്ട് പോകണം ഊഞ്ഞാലാടണ്ട, വാ എന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ കെട്ടിയോളും ഒന്ന് ഊഞ്ഞാലാടിയിട്ടാ. കുറേ കാലങ്ങളായി ഞങ്ങൾ ഊഞ്ഞാലാടിയിട്ട്. ശ്യാമാടൻ അതിനൊന്ന് വഴിക്ക് പോകുന്നതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഊഞ്ഞാലാടുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല. എനിക്ക് നല്ല രസം തോന്നിയത് കേട്ടോ, നല്ല സ്പീഡിലാടാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉള്ളിൽ കൂടെ ഒരാളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പുറത്താണ് ചേച്ചിമാർ നല്ല അടിപൊളിയായിട്ട് ഊഞ്ഞാലാടുന്നുണ്ട് കേട്ടോ. എമ്മാതിരി സ്പീഡിൽ അവർ ആടുന്നതെന്നറിയോ, എനിക്ക് ഇഷ്ടമാട്ടോ. അതുപോലെ ആടാൻ നല്ല ഇഷ്ടമാണ്. പിന്നെ കുഞ്ഞാപ്പുകുട്ടി അവിടെ ഞങ്ങൾ നിൽക്കാൻ സമ്മതിക്കണില്ല, അതുകൊണ്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തന്നെ പോകുന്നു. ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. അന്നേരത്തേക്ക് അച്ഛനും മോളും കൂടെ വീണ്ടും ഇതിലൂടെയൊക്കെ കയറി ഇറങ്ങി. കാരണം ആൾക്ക് അവിടെ ഊഞ്ഞാലാടുന്നുണ്ട്. ഇവിടെ ഞാൻ വന്ന് കുറച്ച് നേരം ഇരുന്നാണ് കേട്ടോ. അവിടെ ഞാൻ നല്ല സുഖത്തിലിരിക്കാം കേട്ടോ. പിന്നെ ഇവിടെ ഒരു വെള്ളത്തിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ വേണ്ടിയിട്ട് കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഇതെന്താണ് ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു നമ്മളെ സ്വിമ്മിംഗ് പൂള് പോലെ എന്തെങ്കിലും സംവിധാനമൊക്കെ ചെയ്യാനാണോ, നമ്മളെ സാധു പാർക്കും വിസ്മയൊക്കെ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ സെറ്റപ്പുകൾ ചെയ്യാനാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. കാരണം ഇതിങ്ങനെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്
ആൾ ഫസ്റ്റ് കയറിയത് ഈ താറാവിലായിരുന്നു, വീണ്ടും വന്ന താറാവിലേക്ക് തന്നെ കയറിയിട്ടുണ്ട് കേട്ടോ. കാരണം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. വയനാട്ടിലുള്ളവർ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ, പോവാത്തവരുണ്ടെങ്കിലും ഇത് പുതിയതായി പണിതതിന് ശേഷം അറിയാത്തവരുണ്ടെങ്കിലും എന്തായാലും ഒന്ന് പോയി നോക്കാം കേട്ടോ. മക്കളെയും കൊണ്ട് പോകാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. കൂടുതൽ പൈസ ചിലവോ കാര്യങ്ങളോ നമുക്ക് വരുന്നില്ല കേട്ടോ. പിന്നെ ഇതിവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഐസ്ക്രീമും ചായയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ചായ അല്ല കോഫിയാണുള്ളത്, നമ്മൾ അറിഞ്ഞില്ല കോഫി ഉള്ളത്, നമ്മൾ അറിഞ്ഞില്ല. ഒരു ക്യാൻറ്റീനാണ് കേട്ടോ, ചെറിയൊരു ക്യാൻറ്റീനാണ്. അതിൽ നല്ല അടിപൊളി ഫ്ലേവറുള്ള ഐസ്ക്രീമൊക്കെ ഉണ്ട്. ഡബിൾ ഐസ്ക്രീമാണ് കേട്ടോ കിട്ടണത്. കുഞ്ഞാപ്പുക്കുട്ടിക്ക് ആദ്യമായിട്ടാണ് ഡബിൾ ഐസ്ക്രീം കഴിക്കണത്. ആളത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുടെ വയറ് നിറഞ്ഞു കേട്ടോ. ഒരു ചോറ് തിന്ന ഫലം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞാപ്പുക്കുട്ടി സ്ട്രോബെറീൻ്റെയാണ് മേടിച്ചത്. പിന്നെ ഞാൻ സ്ട്രോബെറിയും മാങ്ങയും കൂടെ മിക്സ് മേടിച്ചു. പൊന്നൂസ് ഇളനീരും സ്ട്രോബെറി മിക്സ് മേടിച്ചു. ശ്യാമാട്ടൻ ചോക്ലേറ്റും സ്ട്രോബെറി മിക്സ് മേടിച്ച്. ചക്കര മുന്തിരിയും സ്ട്രോബെറിയും മിക്സ് മേടിച്ചു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ മേടിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളെ വയറ് നിറയെ തിന്നു. കുഞ്ഞാപ്പ് സ്ട്രോബെറി അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഡബിൾ ലെയർ ഐസ്ക്രീം ഒക്കെ മേടിച്ചു കേട്ടോ. ശ്യാമാട്ടൻ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടിട്ട് ഭയങ്കര പോസിങ്ങിലൊക്കെ നിന്നതാണ് കേട്ടോ. അവിടെ ആളിതൊക്കെ വീഡിയോയിൽ വരുന്നു വിചാരിച്ചിട്ടാണോ എന്ന് അറിയത്തില്ല. അങ്ങനെ നിന്ന് ഞാൻ അറിയാൻ എടുത്തും ചെയ്തിട്ടാ. പിന്നെ ഞങ്ങൾ വന്നതാ നമ്മൾ ഈ മുളേൻ്റെ ചോട്ടിലിരുന്ന് ഐസ്ക്രീമൊക്കെ ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചുട്ടാ. ഐസ്ക്രീമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളെ കുഞ്ഞാപ്പുകുട്ടിയുടെ കോലം ഒരു വിധത്തിലായിട്ടുണ്ട് കേട്ടാ. കാരണം ആൾ മുഖത്തൊക്കെ വെച്ച് തേച്ചു. കാരണം അത് ഒരുപാടുണ്ട്. കുട്ടി ഒരു ഭാഗത്തൂടെ കഴിക്കുമ്പോൾ ഒരു ഭാഗത്ത് കൂടെ പോവുകയാണ് കേട്ടോ. ആളങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വയറ് നിറച്ച് ഐസ്ക്രീം കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടുന്ന് അവളെ കയ്യൊക്കെ ഒന്ന് കഴുകി കൊടുക്കണമായിരുന്നു കേട്ടോ. ഫുൾ കൊളാക്കിയിട്ടുണ്ട് അയാൾ. പിന്നെ ഞാൻ അവളെ കൊണ്ടുപോയി കയ്യൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്നു. അന്നേരം ഇവർ അവിടെ തന്നെ ഇരിക്കേണ്ടായിരുന്നു. ഞങ്ങൾ പോയി കയ്യൊക്കെ ഒന്ന് കഴുകി വന്നു. അതായത് ഇത് പുഴയിലേക്ക് ഇറങ്ങുന്ന ഭാഗം കേട്ടോ. അവിടെ അങ്ങോട്ട് താഴേക്ക് നല്ല ഇറക്കമാണെങ്കിൽ കുഞ്ഞാപ്പുക്കുട്ടി സ്പീഡ് പോയി പിടിച്ചു കൊണ്ടുവന്നാണ് കേട്ടോ. ഇതിലൂടെയാണ് എനിക്കൊന്ന് ബോട്ടിലേക്ക് കയറാനുള്ള സൗകര്യമൊക്കെ ഇവിടെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അവിടെ കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം അങ്ങോട്ട് പോകാനുള്ള അനുമതി ഇല്ല കേട്ടോ. അതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ നടന്ന് അച്ഛനും ചേച്ചിമാരും ഇരിക്കുന്നിടത്തേക്ക് പോയിട്ടാണ്. അതുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമുണ്ട്. പുഴയാണ്, ഇതിൽ കൂടെ ബോട്ടിൽ പോകണമെങ്കിൽ നല്ല രസം ഉണ്ടാവില്ലേ അല്ലേ. ബോട്ട് സൗകര്യമായിട്ട് നമുക്കിനി ഒരു ദിവസം പോവാട്ടോ. അന്നേരം ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 6 മണിയായി കേട്ടോ. 6 മണി ആയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുമ്പോൾ ഞങ്ങൾ 4 മണിക്ക് അവിടെ എത്തിയ 2 മണിക്കൂറോളം ഞങ്ങൾ അവിടെ തന്നെ ചിലവഴിച്ചു കേട്ടോ. കുറേ നേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഈ തിരിച്ച് വരുത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. കുഞ്ഞാപ്പുക്കുട്ടീൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കമ്മ്യൂണിറ്റിയിലൊക്കെ ഇടാം കേട്ടോ. കുഞ്ഞാപ്പൂൻ്റെ ഫോട്ടോസൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഫോട്ടോസ് എഡിറ്റ് ചെയ്യുമ്പോൾ ഇടാൻ വിട്ടുപോയതാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. അന്നേരം നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.